ഓം നമോ വിരാട് വിശ്വബ്രഹ്മണേ നമ. എല്ലാവർക്കും നമസ്തേ. ഇന്ന് ഈ ചാനലിലൂടെ വിശ്വബ്രഹ്മ സമൂഹമഠം പുറത്തുവിടുന്ന വിഷയം ആദി ചൈതന്യമായി വിളങ്ങി നിന്നിരുന്ന പരബ്രഹ്മ വിശ്വകർമ്മയുടെ അംശമായ വാസ്തുപുരുഷൻ ആദിയിൽ ആദിപുരുഷനായി ഈ ജഗത്തിൽ അവതരിക്കുമ്പോൾ ഈ ജഗത്തിനു വേണ്ടി പ്രദാനം ചെയ്തതാണ് ഭൂമിയെയും അഗ്നിയെയും എന്നുള്ള സത്യം നാം മറന്നുപോകരുത്. ആദിപുരുഷനിൽ നിന്നും രണ്ടാമതായി യജ്ഞപുരുഷൻ ഉണ്ടാവുമ്പോൾ ആ യജ്ഞപുരുഷൻ ആത്മീയ വളർച്ചയെ ഇണചേർത്തുകൊണ്ട് ജ്ഞാനത്തെയും വൈഭവത്തെയും അഗ്നിയിൽ നിന്നും ആഗ്നേയ സ്വരൂപനായിട്ട് ഉയർന്നു വന്നിരുന്നു. ആ ഉയർന്നു വന്നിരുന്ന ആഗ്നേയ സ്വരൂപനാണ് യജ്ഞവാസ്തുപുരുഷൻ. വേദപഠനവും ആത്മജ്ഞാനവുമായിരുന്നു ആ വാസ്തുപുരുഷൻ്റെ ലക്ഷ്യവിധാനങ്ങൾ. മൂന്നാമതായി വാസ്തുമണ്ഡല പുരുഷനിലാണ് ഇന്ന് വിശ്വകർമ്മജർ അവരുടെ നിർമ്മാണ പ്രാതിനിധ്യത്തെ ഉറപ്പിക്കുന്നത്. വാസ്തുവിൻ്റെ ജ്യാമിതീയ രൂപമായ ഈ പുരുഷൻ ഭൂമിയിലെ രണ്ട് ഊർജത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നു. കാന്തികോർജത്തെയും അതേപോലെ തന്നെ സൗരോർജത്തെയും അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ ഒരു വാസ്തുപുരുഷൻ പ്രവർത്തിക്കുന്നത്. നാലാമതായി പാദവാസ്തുപുരുഷൻ. വാസ്തുനിർമ്മിതിയിൽ ഒരു നിർമ്മിതിയുടെ അടിസ്ഥാനമായി ബന്ധിപ്പിക്കുന്ന ഒരു പുരുഷനാണ് പാദവാസ്തുപുരുഷൻ. വൈദിക സങ്കല്പങ്ങളിൽ അനന്തൻ്റെ മുകളിലാണ് ഭൂമി എന്ന് സങ്കല്പിക്കുന്നു. ആ ഭൂമിയിലുള്ള നിർമ്മിതിക്ക് അനന്തൻ്റെ മുകളിൽ നിന്നും നിർമ്മിതിയുടെ പാദത്തേക്ക് ബന്ധിപ്പിക്കുകയും ആ അനന്തൻ്റെ മുകളിൽ ഭൂമിയെ സുരക്ഷിതമായി നിർത്തുകയും ചെയ്യുന്ന വാസ്തുപുരുഷനാണ് പാദവാസ്തുപുരുഷൻ. അഞ്ചാമതായി ശയനവാസ്തുപുരുഷൻ. ഒരു നിർമ്മിതിയുടെ വാസ്തുമണ്ഡലത്തിൽ ഊർജത്തിൻ്റെ പ്രഭവത്തെയും അതിൻ്റെ ആഗമ നിഗമങ്ങളെയും അടിസ്ഥാനപ്പെടുത്തി ആ മണ്ഡലത്തിൽ ഊർജക്രമീകരണം നടത്തുക എന്നുള്ളതാണ് ഈ ശയനവാസ്തുപുരുഷൻ്റെ ധർമ്മം. പ്രപഞ്ചകാരണങ്ങളായ ദേവതകളാൽ നിയന്ത്രിക്കപ്പെടുന്ന ഈ ശയനവാസ്തുപുരുഷൻ ഒരു നിർമ്മിതിയുടെ അത്യന്ത ഘടകമാണ് എന്നുള്ളത് നാം വിസ്മരിക്കരുത്. ഉത്തമ വാസ്തുപുരുഷനാണ് ആറാമത്തെ വാസ്തുപുരുഷൻ. ശക്തി, ചൈതന്യം എന്നിവയെ നിരന്തരം ചൊരിഞ്ഞ് ഈ പ്രപഞ്ചത്തിൻ്റെ നിർമ്മിതിയുടെ സ്വച്ഛന്തമായ കാര്യനിർവഹണമാണ് ഉത്തമ വാസ്തുപുരുഷ സങ്കല്പം എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം കൊണ്ട് മോക്ഷത്തിലെത്തിച്ചേരുന്നുവോ അതേപോലെ തന്നെ ഈ പ്രപഞ്ചത്തെ അതിൻ്റെ ജ്ഞാനവൈഭവം കൊണ്ട് മോക്ഷത്തിലെത്തിക്കുക എന്നുള്ളതാണ് ഉത്തമ വാസ്തുപുരുഷൻ്റെ ധർമ്മം. ഏഴാമതായി വീരഭദ്ര വാസ്തുപുരുഷൻ. ധീരതയുടെയും സംരക്ഷണത്തിൻ്റെയും പ്രതിനിധാനം ചെയ്യുന്ന ഒരു വാസ്തുപുരുഷനാണ് ഈ വാസ്തുപുരുഷൻ. ശൈവശക്തിയുമായി ബന്ധം പുലർത്തുന്ന ഈ വാസ്തുപുരുഷൻ ബ്രഹ്മാണ്ടവുമായി ബന്ധപ്പെടുന്നു എന്നുള്ളതാണ്. എട്ടാമതായി ഭോഗവാസ്തുപുരുഷൻ. ഇന്ദ്രിയ സുഖങ്ങളെ ഭൗതിക സുഖങ്ങളെയും പ്രതിനിധീകരിക്കുന്ന വാസ്തുപുരുഷനാണ് ഭോഗവാസ്തുപുരുഷൻ. ധനം, ധാന്യം, ആരോഗ്യം, ജ്ഞാനം തുടങ്ങിയ ഭോഗങ്ങൾ ഈ വാസ്തുപുരുഷൻ പ്രതിനിധാനം ചെയ്യുന്നു. ഈ വാസ്തുപുരുഷൻ്റെ ധന ദേവത കുബേരനും അതിദേവത വൈഷ്ണവനുമാണെന്ന് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. മോക്ഷ വാസ്തുപുരുഷൻ. പഞ്ചഭൂതങ്ങളുടെ
ക്രമമായ ഉപയോഗവും ക്രമീകരണവും കൊണ്ട് അതിൻ്റെ സംവേദനത്തിനെ ഉദ്ദീപിപ്പിച്ചുകൊണ്ട് മോക്ഷദായകമായ ജ്ഞാനത്തിലേക്ക് ഓരോ ജീവജാലങ്ങളെയും എത്തിക്കുക എന്നുള്ളതാണ് മോക്ഷവാസ്തുപുരുഷൻ്റെ ധർമ്മം. 10-ാമതായി ആനന്ദ വാസ്തുപുരുഷൻ അഷ്ടദിക്പാലക പരിവാരത്തോടുകൂടി ആനന്ദദായകനായും സന്തോഷദായകനായും ഈ പ്രകൃതിയിൽ വിളങ്ങുന്ന പരമപുരുഷനാണ് ആനന്ദ വാസ്തുപുരുഷൻ. അതിനെ ശക്തി, മായ തുടങ്ങിയ ശക്തി ദുർഗങ്ങളാൽ ബന്ധിപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് നാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു വളരെ വലിയ ഒരു ജ്ഞാനതത്വം